നമസ്കാരം. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയെ ഒന്നാകെ മുൾമുനയിലാക്കുന്ന നീക്കവുമായി ഇറാൻ. ശനിയാഴ്ച വൈകിട്ട് ഇറാൻ 100 കണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് വർഷിച്ചു. പരമ്പരാഗത വൈരികളാണെങ്കിലും ചരിത്രത്തിൽ ഇതുവരെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് സംഘർഷമോ ആക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ വ്യാപ്തിയും ഗൗരവവും മുൻപില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7-ന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഏകപക്ഷീയമായി ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്തിയതോടെയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1400-ലധികം ഇസ്രായേൽ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ 200-ലധികം ഇസ്രായേലികളെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രായേൽ ഗാസയിലേക്ക് കടന്നാക്രമണം ആരംഭിച്ചു. 35,000-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ കരയാക്രമണത്തിൽ നിന്നും ഇസ്രായേൽ ഇതുവരെ പിന്മാറിയിട്ടില്ല. ഇതിനിടയിലാണ് ഹമാസിന് പിന്തുണയേകുന്ന ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-ന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ പ്രവർത്തിക്കുന്ന ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിൽ ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ മുഹമ്മദ് റിസ സഹ്വൈദി, മുഹമ്മദ് ഹാദി റഹീമി എന്നിവർ ഉൾപ്പെടെ 10ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. കോൺസുലേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പരസ്യമായി ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. എങ്കിലും ഇസ്രായേൽ തന്നെയാണ് കോൺസുലേറ്റ് ആക്രമിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇതിൽ ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതൃത്വം പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. സിറിയയിലും ലെബനിലേതും ഇറാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ചുമതല ജനറൽ മുഹമ്മദ് റിസ സഹ്യദിക്കായിരുന്നു. അതുപോലെ ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും സഹ്യദിയാണെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. 2020-ൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മേജർ ജനറലും രഹസ്യ വിഭാഗവുമായ ഖുദ്സ് ഫോഴ്സിന്റെ മേധാവിയുമായിരുന്ന കാസിം സൊലൈമാനിക്ക് ശേഷം കൊല്ലപ്പെടുന്ന ഇറാന്റെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് സഹേദി. പലസ്തീനിലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്ന ലെബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടിയായാണ് ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത്. അതുപോലെ ഇറാൻ ശക്തമായ പിന്തുണ നൽകുന്ന സംഘടനയാണ് ഹിസ്ബുള്ള. ഇവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ വകവരുത്തുന്നതിനൊപ്പം ഇറാനിൽ നിന്നും ലെബനിലേക്ക് ഒഴുകുന്ന മിസൈൽ ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികളുടെ വിതരണ ശൃംഖല തകർക്കാനും കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഏപ്രിൽ 1-ലെ കോൺസുലേറ്റ് ആക്രമണം ഇസ്രായേൽ നടത്തിയതെന്നാണ് വിലയിരുത്തൽ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.